ഹലോ ഫ്രണ്ട്സ്, ഐ സ്വപ്ന രമേശ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെളുപ്പിന് തന്നെ നമ്മൾ എഴുന്നേറ്റതാണ് കേട്ടോ. ഇന്നൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം മാവിൻ്റെ ഇലകളൊന്നും വീഴുന്നില്ല. ഇതിന് മുൻപ് ഒരുപാട് തളിരിലകളൊക്കെ വീണും കഴിഞ്ഞ് അടിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നല്ലോ. ഇപ്പോൾ ആ തളിരിലകളൊക്കെ വീഴേണ്ടതൊക്കെ വീണ് കഴിഞ്ഞു. ബാക്കിയുള്ളതൊക്കെ മുറുകെ പിടിച്ച് മാവിൽ തന്നെ നിൽക്കാമെന്നാണ് തോന്നുന്നത്. എന്തെങ്കിലും ആവട്ടെ, നമുക്ക് നല്ല ജോലിഭാരം കുറവുണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷം അടിച്ചു വാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൂക്കൾ പറിച്ചെടുക്കുകയാണ് കേട്ടോ, ഭഗവാന് വെക്കാനായിട്ട്. നമ്മുടെ വീടിൻ്റെ ഇരുവശത്തും ഇഷ്ടംപോലെ പൂക്കളുണ്ട് കേട്ടോ. നമുക്ക് പുറത്തുനിന്ന് പൂവൊന്നും വാങ്ങി കഴിഞ്ഞ് ഭഗവാനൊന്നും വെക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. എല്ലാ നിറത്തിലുള്ള പൂക്കളൊക്കെ ഞാനിവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ സാധാരണ ചെത്തി ഉണ്ടല്ലോ, നാട്ടുചെത്തി, അല്ലാതെ പുതിയ ഇനങ്ങളൊന്നല്ല, അതും ഇവിടെ ഞാൻ വെച്ച് പിടിപ്പിച്ചിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെത്തിപ്പൂവും തുളസിയും കാര്യങ്ങളൊക്കെ നമുക്ക് വെക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റാൽ പോരാ, രാവിലെ തന്നെ കുളിക്കുകയും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക എനർജി ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷായിട്ടിരിക്കാനും അതുപോലെ പെട്ടെന്ന് ജോലികൾ കഴിക്കാനുള്ള എനർജിയൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ രാവിലെ എഴുന്നേൽക്കലും അതുപോലെ തന്നെ രാവിലെയുള്ള കുളിയുമാണ് കേട്ടോ നമുക്ക് നല്ല എനർജി തരുന്നത്. അതുപോലെ തന്നെ ഭഗവാൻ ഇങ്ങനെ നമ്മൾ പൂക്കളൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. എത്ര സമയമില്ല എന്ന് പറഞ്ഞാലും നമുക്കൊരു ദിവസം തന്ന ദൈവത്തോട് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമുക്ക് നമ്മുടെ ഓരോ ദിവസവും തുടങ്ങാനായിട്ട്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുക, അതുപോലെ തന്നെ കുളിക്കുക, പ്രാർത്ഥിക്കുക, ഈ ഒരു ചിട്ടകളൊക്കെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നാൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ ലൈഫ് നല്ല പുരോഗതി പ്രാപിക്കും കേട്ടോ. ഓരോ ദിവസവും നമ്മൾ മറ്റുള്ളവരെ പഴി പറയാതെയും അതുപോലെ ഒരുപാട് ജോലികളുണ്ടല്ലോ എന്നൊന്നും ഓർക്കാതെയും നമ്മൾ നല്ല രീതിക്ക് തന്നെ പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മുടെ ജോലികളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഫ്രീ ടൈമും നമുക്ക് ഉണ്ടായിരിക്കും കേട്ടോ. നമുക്ക് മൊബൈൽ നോക്കിയോ ടി വി നോക്കിയോ ഒന്നും ഒരുപാട് സമയം നമ്മൾ കളയരുത്. എല്ലാം പ്ലാനിങ്ങോട് കൂടി ചെയ്യണം കേട്ടോ. നമ്മുടെ ജോലികളൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ അത്തരം കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് സമയമൊക്കെ മാറ്റി വയ്ക്കാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ നല്ല ശീലങ്ങൾ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരിക്കും. എപ്പോഴും ഒരു കുന്ന് ജോലികൾ കിടക്കുന്നുണ്ട്, അതിൻ്റെ ഒരു അറ്റം തുടങ്ങി ആ അറ്റം വരെ കഴിയുന്ന സമയം എന്ന് പറഞ്ഞാൽ ഉച്ച കഴിയുമ്പോഴേക്കായിരിക്കും കഴിയുക ചിലർക്ക്. അതൊരു പ്ലാനിങ് ഇല്ലാതെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിട്ടയായിട്ട് ജോലികളും മറ്റുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് നല്ല ഹാപ്പി ആയിരിക്കും. അതുപോലെ തന്നെ ഫ്രീ ടൈമും കിട്ടും കേട്ടോ. ഇനി നമ്മുടെ ഫ്രീ ടൈം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൃഷിയും കാര്യങ്ങളൊക്കെ കുറച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികളൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ദോശ, ഇഡ്ഡലി, പുട്ട് ഇതൊന്നും അല്ല കേട്ടോ. ചേട്ടൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതിൽ നിന്ന് ആ ന്യൂഡിൽസ് പാക്കറ്റ് എടുത്ത് ന്യൂഡിൽസാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ നട്ട്സും ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചായയൊക്കെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ചായയൊക്കെ വെക്കുന്ന ആ ഒരു സമയത്തിന് തൊട്ട് മുൻപ് തന്നെ നമ്മൾ അരി റൈസ് കുക്കറിലൊക്കെ തിളപ്പിച്ചും കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് കറി വെക്കേ വേണ്ടൂ. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ തന്നെ ലളിതമായിട്ടുള്ള ഭക്ഷണമാണ് കഴിക്കുന്നത്. കാരണം നാളെ ഏകാദശിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി മുതൽ അതിൻ്റെ ഒരു വ്രതാരംഭമൊക്കെ തുടങ്ങും കേട്ടോ. അപ്പോൾ നമ്മുടെ ചിട്ടയാർന്ന ജീവിതവും പിന്നെ നമുക്ക് നമ്മുടെ എന്താ പറയുക, ഫുഡിനോടുള്ള ഒരു ഇഷ്ടങ്ങൾ, നമ്മുടെ സുഖങ്ങളിൽ നിന്നൊക്കെ നമ്മൾ കുറച്ചകന്ന് നിൽക്കുക, അതൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരിക. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ലൈഫിൽ ഇടയ്ക്ക് നമ്മളൊരു ചേഞ്ച് വരുത്തണം കേട്ടോ. എപ്പോഴും നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുക, അതുപോലെ സുഖമായിട്ട് ഉറങ്ങുക, അതുപോലെ നമ്മൾ നല്ല ആർഭാട ജീവിതം നയിക്കുക. ഇങ്ങനെ നമ്മുടെ ലൈഫ് ഫുള്ളും നമ്മൾ ചെയ്യരുത് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം കേട്ടോ. എല്ലാ രീതിയിലും ജീവിക്കാനായിട്ട് മനസ്സിനെ നമ്മൾ പാകപ്പെടുത്തണം അല്ലേ. അപ്പോൾ ഇന്നിതാ പരിപ്പും തക്കാളി ഇട്ടിട്ടുള്ള ഒരു സിമ്പിൾ കറിയാണ് വെക്കുന്നത്. അതുപോലെ പപ്പടം വറുക്കുകയൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു സിമ്പിൾ ലൈഫ് തന്നെയാണ് ഇന്നും നാളെയും മറ്റന്നാൾ നമ്മൾ വ്രതം വിടുന്നത് വരെയും അങ്ങനെയാണ് ചെയ്യുക കേട്ടോ. ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും നമ്മൾ ഇടയ്ക്ക് ഉപവാസവും വ്രതവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം കേട്ടോ. നമ്മളെ ആത്മീയതയിലേക്ക് അടുപ്പിക്കാനും മാത്രമല്ല നമ്മുടെ ശാരീരികമായിട്ടുള്ള ബലത്തിനും എല്ലാത്തിനും അത് കാരണമാണ് കേട്ടോ. നമുക്ക് നല്ല ക്ഷമ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വ്രതങ്ങളൊക്കെ നമ്മളെ സഹായിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയുള്ള
കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി വഴറ്റിയതിന് ശേഷമാണ് പരിപ്പ് വേവിച്ചതിലിട്ടും കഴിഞ്ഞിട്ട് ഒന്ന് വേവിക്കുന്നത് കേട്ടോ. ഇനി ഉള്ളി മുളകൊക്കെ ഒന്ന് കുത്തി ചതച്ചും കഴിഞ്ഞിട്ട് മുളക് പൊടി ഇട്ടിട്ട് കാച്ചിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു സിമ്പിൾ കറിയാണ് ഇത് കേട്ടോ. നമ്മുടെ നിത്യേനയുള്ള ജോലികൾ കൂടാതെ നമ്മൾ എപ്പോഴും നമ്മുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം നോക്കി കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ആക്കാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിന് നല്ല വെടുപ്പും വൃത്തിയൊക്കെ വന്നോളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കബോർഡാണ് വൃത്തിയാക്കി വെച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മനസ്സന്തോഷത്തിന് ഉപകരിക്കുന്ന നല്ല നല്ല കാര്യങ്ങളിലേക്ക് നമ്മുടെ ലൈഫ് തിരിച്ചുവിടാനായിട്ട് ഓരോരുത്തരും ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.